ചെന്നൈയിൽ ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനി ഒരു അമേരിക്കൻ കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു ഇനി വേണമെങ്കിൽ നമുക്ക് അമേരിക്കയിലേക്ക് മാറാം. അപ്പോൾ എനിക്ക് ഈ ആദർശത്തിനെ കുറിച്ച് അസുഖം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ പഠിച്ചിട്ട് നമ്മൾ ഇന്ത്യയിലല്ലേ വർക്ക് ചെയ്യണ്ടേ, നമ്മൾ അമേരിക്കയിൽ പോയി വർക്ക് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഒന്നും പോയില്ല. ഇത് രണ്ടാമത്തെ കമ്പനി കൊച്ചിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നും പറഞ്ഞു ഇതുപോലെ വേണമെങ്കിൽ അമേരിക്കയിൽ ട്രാൻസ്ഫർ ചെയ്യാം, അവിടെ നിന്ന് പിന്നെ വർക്ക് ചെയ്താൽ മതി. അപ്പോഴും പറഞ്ഞു ഇത് തന്നെ വേണ്ട, താല്പര്യമില്ല. അതാണ് മൂന്നാമത്തെ കമ്പനിയിലെ ഒന്നും. മൂന്നാമത്തെ കമ്പനിയും അമേരിക്കൻ ബേസ്ഡ് കമ്പനി തന്നെയാണ്, ക്ലയൻറ്റ് അവിടെ തന്നെയാണ്. മൂന്നാമത്തെ കമ്പനിയിലെ ഒരു വ്യത്യാസം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് മൊത്തമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ബിസിനസ് വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ചുമ്മാ പോയി കാണാമല്ലോ, അവിടെ സ്ഥിരമായിട്ട് പോകേണ്ട കാര്യമില്ല, അമേരിക്കയിൽ പോയി കണ്ടിട്ട് തിരിച്ചു വരാം. ജൂൺ ജൂലൈ മാസം ആ വരവിൽ ഒരു വീക്കെൻഡ് നമ്മുടെ ഇവിടെ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ പോയി. അതേപോലെ പുള്ളി ആ ആഴ്ചയിലുള്ള വെടിക്കെട്ട് കാണിക്കാൻ കൊണ്ടുപോയി. അതായത് ജൂലൈ 4-ന് ന്യൂജേഴ്സിയിലെ അറ്റ്ലാന്റിക് സിറ്റിയിൽ നടന്ന വെടിക്കെട്ട് കാണിച്ചു. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് സംഗതികളൊക്കെ കളറാണ് ഇവിടെ. അപ്പം തന്നെ കമ്പനിയിലും പറഞ്ഞു സംഗതി ഇവിടെ ഓക്കെയാണ്, എനിക്ക് ഇങ്ങോട്ട് സ്ഥിരമായിട്ട് മാറാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഈ മുന്നേ പറഞ്ഞ ആദർശം എവിടെ പോയി ചോദിച്ചു നോക്കാം. ആദർശം അവിടെ തന്നെയുണ്ട്, പക്ഷെ ഒരു ചെറിയ മാറ്റം വന്നായിരുന്നു. ആദ്യത്തെ എൻ്റെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ ഇന്ത്യൻ ഗവൺമെൻറ് പൈസ കിട്ടുക, ടാക്സ് കൊടുക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഒന്നും കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ് അതിലും നല്ലത് ഇവിടുന്ന് വർക്ക് ചെയ്യുന്നത് മനസ്സിലായത്. ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഒരാളല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു 5-10 പേർക്കുള്ള പണി പിടിച്ച് ഇന്ത്യയിലേക്ക് വിടാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് എൻ്റെ ഒരാളുടെ ടാക്സിന് പകരം ഒരു 10 പേരുടെ ടാക്സ് കിട്ടും.